നിങ്ങള് എക്സ്പെക്ടേഷൻ റിയാലിറ്റി എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യമാണ് മെയിൻ ആയിട്ട് നമുക്ക് അറിയുന്നത്. പിന്നെ അതേപോലെ നമ്മുടെ ഭാഗത്ത് സർവീസ് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ കാര്യങ്ങളായിട്ട് പറയാം. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നമ്മളത് പറയാം, നമുക്കത് പരിഹരിക്കാനുള്ള ഭാഗം നോക്കുന്നതായിരിക്കും. പിന്നെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള കേസുകൾ അറിയാലോ. ഇന്നിപ്പോ നമുക്ക് കിടപ്പാടം കിട്ടാത്ത സ്ഥലങ്ങളാണെങ്കിൽ പോലും അത് നമ്മൾ മാക്സിമം പരിഹരിക്കാൻ പറ്റുന്ന പോലെ അടുത്ത പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്താണെങ്കിലും ഡോർമെട്രി സംവിധാനം റെഡിയായിട്ടുണ്ടാവും. അത് മാത്രമല്ല ഇപ്പോ നമ്മൾ സംഭവിച്ചത് നമ്മൾ എന്താണെങ്കിലും അതിനെതിരെ ശക്തമായിട്ട് കംപ്ലൈന്റ് കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കും തനിക്കും കൊടുക്കാം, നമ്മൾ എന്തായാലും കൊടുക്കുന്നതായിരിക്കും. അതിന്റെ റെസ്പോൺസും ബാക്കി കാര്യങ്ങളും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. നമ്മള് ഫോറസ്റ്റിനകത്തോട്ട് വരുന്ന സമയത്ത് ശരിക്കും നമ്മള് കയറിയത് മുതൽ നമുക്ക് 16 കിലോമീറ്റർ താഴെ നമ്മൾ അതേപോലെ എത്തുന്നവരെയുള്ള ഫസ്റ്റ് ഡേയിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതേപോലെ ഈ സമ്മിറ്റ് ട്രക്കൊക്കെ കഴിഞ്ഞ് നമ്മള് തിരിച്ചെത്തി. അതായത് തന്നെ നിങ്ങൾക്ക് ഈ സമ്മിറ്റ് കയറാൻ പറ്റിയല്ല ഞാൻ സന്തോഷമുണ്ട്. സത്യം പറഞ്ഞാൽ ചില ആളുകൾക്ക് കയറാൻ പറ്റാറില്ല. ചില ആളുകൾ പൊങ്കാലപ്പാറയിൽ തിരിച്ചു പോരാറുണ്ട്, ചില ആളുകൾ അതിന്റെ കുറച്ച് ടോപ്പിൽ പോയിട്ട് തിരിച്ചു പോരാറുണ്ട്. ചില ആളുകൾ ഇവിടെ ഇറങ്ങുന്ന സമയത്ത് തന്നെ മഴയായിട്ട് കയറാൻ പറ്റാതെ തിരിച്ചു. അപ്പൊ എല്ലാം നമ്മുടെ ലക്ക് പോലെയാണ്. ഓക്കെ, അതുപോലെ നിങ്ങളിവിടെ വരണം, ഈ ഇത്ര ആളുകൾ കാണണം, പരിചയപ്പെടണം, എല്ലാം ഓൾറെഡി റിക്കണാണ്. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കണ്ടു, പരിചയപ്പെട്ടു. ഇനി നമ്മള് എങ്ങനെ ഉണ്ടായത് നമ്മുടെ പ്രോഗ്രാം ഒന്ന് നോക്കാം. ഓക്കെ, ഈ കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഇപ്പൊ ഒരു കാറിനകത്തോട് പോകുന്ന സമയത്ത് അതിലുള്ള ചെറിയ ചെറിയ അരുവികളുടെ സൗണ്ട്, അതേപോലെ തന്നെ കിളികളുടെ സൗണ്ട്, ഇതൊക്കെ നിങ്ങളെ ലൈഫിൽ നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ പോലെയാണ് ഈ ഒരു ട്രക്കിംഗ്. അഗസ്ത്യാർകൂടം പ്രത്യേകിച്ച്. കാരണം സൗത്ത് ഇന്ത്യയിൽ തന്നെ 2 nights സ്റ്റേ വരുന്ന ഒരു ട്രക്കിന് മാത്രമാണ്. വേറെ ട്രക്ക് നിങ്ങൾക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇത്രയും ലോങ്ങസ്റ്റ് ട്രക്ക് വേറെ ഉണ്ടായിരിക്കില്ല, ടഫസ്റ്റ് ട്രക്ക്. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും ലോങ്ങസ്റ്റ് ആൻഡ് ടഫസ്റ്റ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു. അപ്പോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു ഈ എക്സ്പീരിയൻസ് നിങ്ങൾ ടോപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യാം. എന്തെങ്കിലും എനിക്ക് പറയാനുണ്ടെങ്കിൽ സത്യത്തിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. ഓക്കെ, ഒരു സൈഡിൽ നിന്ന് തുടങ്ങണ്ടേ? സീനിയറായിട്ടുള്ള നമ്മുടെ ചേട്ടൻ തന്നെ പറഞ്ഞു. നല്ലൊരു അനുഭവമായിരുന്നു. എന്റെ പേര് രാധാകുമാർ, സ്ഥലം തിരുവല്ലയാണ്. ഇത് കഴിഞ്ഞ 2 വർഷമായിട്ട് ഇങ്ങനെ പോരണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഇതുവരെ നടന്നില്ല. ഇപ്പം ലാസ്റ്റ് മൂമെന്റിൽ മനോജി ഇങ്ങനെ ഒരു ക്യാൻസലേഷന് 2 സീറ്റുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു. അങ്ങനെ അന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഓക്കെ ആക്കിക്കോ, ഉടനെ തന്നെ പോവാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് വന്ന് പക്ഷെ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാര്യം നല്ല നമ്മുടെ പ്രതീക്ഷയൊക്കെ കേട്ടറിഞ്ഞുള്ള പ്രതീക്ഷയൊക്കെ കൂടുതൽ നല്ലൊരു അനുഭവമാണ്. പിന്നെ ഇത്രയും പേരെ നമ്മുടെ ഒരു ഗ്രൂപ്പിൽ പരിചയപ്പെടാനും അവരുമായിട്ട് ബന്ധപ്പെടാനും നല്ല നല്ല ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കുമെന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്റെ പേര് നിതിൻ, ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നായിരുന്നു. ഈ ട്രക്ക് വളരെ അടിപൊളിയായിരുന്നു, പക്ഷെ നല്ല ടഫായിരുന്നു. ഞാൻ വിചാരിച്ചതിലും നല്ല ടഫായിരുന്നു. ഞാൻ കുറച്ചാള് ഷട്ടിൽ കളിച്ചിട്ട് എന്റെ കാല് ഒന്ന് മടങ്ങിയായിരുന്നു. സോ ഇറ്റ് വാസ് കുറച്ചധികം ടഫായിരുന്നു. പക്ഷെ എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി എനിക്കിത് കയറാൻ പറ്റി. വളരെ അടിപൊളിയായിരുന്നു എക്സ്പീരിയൻസ്. പിന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടീം വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. എല്ലാവരും തന്നെ എന്തിനും ഉണ്ടായിരുന്നു. എന്ത് വേണേലും നമുക്ക് സംസാരിക്കാനാണെങ്കിലും ഇത് വേണേലും ആൾക്കാർ അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഈ ടീമിനും എൻ്റെ പേഴ്സണൽ ഇതില് വളരെയധികം ഓൾ ദ ബെസ്റ്റ് ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു. ഞാനെന്ന് പറയുമ്പോൾ ഹായ് എവരിവൺ, എൻ്റെ പേര് എബിൻ, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഒരു 14ാമത്തെ ഏകദേശം 14ാമത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഞങ്ങളൊരു 3 പ്രാവശ്യം എന്ത് ചെയ്യുന്നു എന്നുള്ളതെല്ലാം ഓക്കെ. ഞാൻ ITC എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. തൃശ്ശൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തായിരുന്നു, ഇപ്പൊ തൃശ്ശൂരാണ് വർക്ക് ചെയ്യുന്നത്. യെസ് യോഗബാർ എടുത്തില്ല, അത് മറന്നുപോയി, അതാ പറ്റിയ. അപ്പോ ഞങ്ങള് 3 പ്രാവശ്യം ട്രൈ ചെയ്തു, ഞാനും ചേട്ടനും കൂടി. ഞങ്ങള് ഡയറക്റ്റ് ട്രൈ ചെയ്തു, അല്ലാതെ ഓൾറെഡി ക്യാമ്പിൻ ഡെയിൽസിന് പ്രാവശ്യം അഡ്വാൻസ് കൊടുത്തിട്ട് അവർ തിരിച്ചു തന്നു സ്ലോട്ട് കിട്ടാതെ. അങ്ങനെ 3 പ്രാവശ്യം ട്രൈ ചെയ്ത് 4ാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾക്ക് സ്ലോട്ട് കിട്ടിയത്. കിട്ടിയപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഞാനും ചേട്ടനും അതനുസരിച്ച് പ്ലാൻ ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് നേരത്തെ വന്നു. എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഇവിടെ എത്തി. വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. ഇവിടെ വന്നിട്ടും വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെല്ലാം.
വേറെ ഡിഫിക്കൽട്ടീസ് ഒന്നും ഫീൽ ചെയ്തില്ല. പിന്നെ മഴ ആസ് യൂഷ്വൽ മഴ എല്ലായിടത്തും കിട്ടാറുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിന്റെ ഒരു പുതിയൊരു ഫീൽ ഉണ്ടായില്ല. പിന്നെ ഇവിടെ വന്നപ്പോൾ ആസ് ഓഫ് എല്ലാ ട്രക്കിലെയും പോലെ തന്നെ കുറെ നല്ല കൂട്ടുകാരായിട്ടാണ് ഇപ്പോഴും നമ്മൾ തിരിച്ചു പോകുന്നത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആണ് ശരിക്കും. നമ്മൾ വരുന്നതും നമ്മൾ ഒരുപാട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യണതും അതിന് പുറമെ നമ്മൾ കൂടെ വരുന്നവരെ നമ്മൾ കൂടെ കൂട്ടുന്നതും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും. അപ്പൊ അത് ഞാൻ തമാശക്ക് പലരോടും ഇപ്പോ മനസ്സാറിനോടാണെങ്കിലും അല്ലെങ്കിൽ രാധേട്ടനോടാണെങ്കിലും ഒരുപാട് തമാശ രീതിയിൽ പറയാൻ പറയുന്നത് അതിന്റെ ഒരു സ്പിരിറ്റിലും ആ വൈബിലും മാത്രം എല്ലാവരും എടുക്കുക. ആരും പേഴ്സണലായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒന്നും പറയണതല്ല. പിന്നെ എന്നാലും നിനക്ക് പണി തരും. ഇത് കൂടുതൽ പറഞ്ഞിട്ട് തീയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ കൂടെ പറഞ്ഞോട്ടെ. വീഡിയോ എന്തായാലും വൈറലാവും. അല്ല അപ്പൊ നന്നായി ചെയ്യാൻ പറ്റി. അപ്പൊ എന്റെ കൂടെ കുറെ ആളുകൾ ഇവിടെ വന്നിട്ട് കുറെ ആളുകൾ പരിചയപ്പെട്ടു. എല്ലാം ജീവിതത്തിന്റെ നല്ലൊരു ഭാഗമായിട്ട് ഞാൻ കാണുന്നു. ഇനി ഇതുപോലെ എല്ലാവരും ട്രക്കിംഗ് ചെയ്യുക, നല്ല നല്ല സ്ഥലങ്ങൾ കാണുക. ഒരുപാട് നമുക്ക് അതിനകത്ത് കുറെ നല്ല എക്സ്പീരിയൻസസ് കിട്ടും. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. എൻ്റെ പേര് മണികണ്ഠൻ. ഞാൻ திருப்பூர்லேருந்து வரணும், தமிழ்நாடு. 2-3 வருஷமா நான் அகஸ்தியகுடம் போகணுன்னு ட்ரை பண்ணிட்டு இருந்தேன். லாஸ்ட் 2 வீக்ஸ் பேக் கூட புக் பண்ணியிருந்தேன், அப்போ எனக்கு கிடைக்கல. பட் லாஸ்ட் மினிட் எனக்கு கேம்பிங் சேர்ஸ் கிடைச்சது. ஸோ அதுலேருந்து வந்ததுக்கப்புறம் எனக்கு லாஸ்ட் 2 டேஸ் நல்ல ஒரு பயங்கரமான ட்ரக்குன்னு நல்லா தெரியும். பட் இருந்தாலும் எனக்கு ரொம்ப பயங்கர எக்ஸ்பீரியன்ஸாக இருந்துச்சு. பட் இந்த ஹில்ஸ் அந்த கிளைமேட் சேஞ்ச் இந்த மாதிரி ஒரு டிஃப்ரெண்டான ட்ரக் இது வரைக்கும் நான் போனதே இல்லை. ஈவன் தான் வெள்ளிங்கிரிலாம் போயிருந்தாலும் பட் இந்த ட்ரக் எனக்கு ரொம்ப ஸ்பெஷலாக இருந்துச்சு. பட் இங்கே வந்து ஊரில் இருக்க எல்லாருமே வந்து டிஃப்ரெண்டான மொழியில் பேசிகிட்டு இருந்தாங்க. பட் இருந்தாலும் எனக்கு அதெல்லாம் ஓகே. பட் ஒரு ஃப்ரெண்ட்லி அப்ரோச்சாக இருந்துச்சு எனக்கு. நான் ஐ வாண்ட் டு தேங்க் கேம்பிங் டேல்ஸ் ஃபார் கிவிங் மீ ஆப்பர்ச்சுனிட்டி. தேங்க்யூ. എൻ്റെ പേര് ബോസ്. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. സൗദിയിൽ വർക്ക് ചെയ്യുന്നു. കുറെ കാലമായിട്ട് ഇങ്ങനെ അഗസ്ത്യാർകൂടം മൈൻഡിലുണ്ട്. ലീവിലാണ്. അപ്പോ ഇതിന്റെ മുന്നത്തെ ട്രക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ അങ്ങനെ വലിയ എക്സ്പീരിയൻസ് ഇല്ല. ഒരു 13 വർഷം മുന്നേ കണ്ട് പൈതൽമല ഒന്ന് പോയതാ. അതിനുശേഷം ഇപ്പോഴാണ് പോകുന്നത്. ഇത് ഭയങ്കര ടഫായിരുന്നു. ഭയങ്കര ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് ടൈമിലാണ് ക്യാമ്പിംഗ് ഡേയ്സിന്ന് ഒരു സപ്പോർട്ട് ചെയ്തിട്ട് ഒരു ടിക്കറ്റ് കിട്ടിയത്. പിന്നെ ബാക്കിയെല്ലാം ഓക്കെ ആയിരുന്നു. എല്ലാം ഫ്രണ്ട്സും പുതിയ ആൾക്കാരും പുതിയ പ്ലേസസും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ജീവിതമാക്കി മാറ്റിയ ഗുഡ് ഈവനിങ് ഗൈസ്. എന്റെ പേര് ജസ് ജോ എന്നാണ്. എന്റെ പേര് ജസ് ജോ എന്നാണ്. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എന്റെ സ്ഥലം തൃശ്ശൂരാണ്. ഞാൻ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ 2024 സെയിൽസ് ബേക്കറി സെയിൽസ് ആണ്. മീൻസ് എലൈറ്റ് ഫുഡ്സ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഞാൻ 2024 ഒക്ടോബർ മാസമാണ് എന്റെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ എനിക്ക് ഏകദേശം ഞാനൊരു 27ഓളം ട്രക്ക് കംപ്ലീറ്റ് ചെയ്തു. അത് കേരളം, കർണാടക, തമിഴ്നാട്, പിന്നെ മഹാരാഷ്ട്ര. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ഞാൻ കഴിഞ്ഞ മാസം നേപ്പാളിലായിരുന്നു. നേപ്പാളിലും മനാസിലും സർക്യൂട്ട് ആൻഡ് ബേസ് ആണ് ഞാൻ ചെയ്തത്. ട്രക്കിങ്ങിൽ എനിക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ട്രക്കായിരുന്നു. കാര്യം എന്നോട് പലരും പറഞ്ഞു അഗസ്ത്യാർകൂടം ട്രക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ഒരു മോഡറേറ്റ് ട്രക്ക് എന്നുള്ള രീതിയിൽ പെടുത്താനാണ് അഗസ്ത്യാർകൂടം ട്രക്കിനെ എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ട്രക്കിന്റെ ഫസ്റ്റ് ഡേയില് ഞാൻ കുറച്ച് ടയേർഡായിരുന്നു. കാര്യം ഞാൻ ഇത്രയും ട്രക്ക് ചെയ്തതിൽ ആദ്യമായിട്ടാണ് ട്രക്ക് ഞാൻ 11 മണിക്ക് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ടയേർഡ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നത്തെ ട്രക്ക് എനിക്ക് സാധാരണ നമ്മൾ ട്രക്കിംഗ് 8 മണി 8:30 മാക്സിമം ആ സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പോ മാക്സിമം ആണ് 8:30 അപ്പോ അതുകൊണ്ട് അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഒരു 11:30 ശേഷം ട്രക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതിന്റെ ഒരു മാറ്റമാണ് ഉണ്ടായത്. പിന്നെ ഇന്നത്തെ ട്രക്ക് വളരെ ഹാപ്പി ആയിരുന്നു. ഇന്നലത്തെ ആ ക്ഷീണം എല്ലാം മാറി നല്ലൊരു ട്രക്കായിരുന്നു. അപ്പോ ട്രക്ക് കണ്ടക്ട് ചെയ്ത പിന്നെ പ്രത്യേകം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് ട്രക്കിൽ പോകുമ്പോഴും നമ്മള് മല കയറുക, ഉയരങ്ങൾ എത്തുക, ഹൈറ്റ്സ് എത്തുക, അല്ലെങ്കിൽ സ്ഥലങ്ങൾ കാണുക, അരുവി കാണുക, ഇതൊക്കെ കോമൺ ആണ്. ഇതിലുണ്ടാവുന്ന നമുക്കൊരു പല എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല എക്സ്പീരിയൻസ് ആണ്. അപ്പൊ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് നമുക്ക് നല്ലൊരു ടീം അതിലുണ്ടെങ്കിൽ നമുക്ക് ഈ അച്ചീവ്മെന്റിന് ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ഉണ്ടാവും. അപ്പോൾ എല്ലായിടത്തേക്കാളും മികച്ച ഒരു നല്ലൊരു ടീം എനിക്ക് ഇവിടെ കിട്ടി. നല്ലൊരു കുറെ ഫ്രണ്ട്സിനെ കിട്ടി. ഇപ്പൊ നമ്മൾ ഓരോ ട്രക്ക് കഴിയുമ്പോഴും 10 പേരാണെങ്കിൽ 20 പേരാണെങ്കിൽ 20 പുതിയ ബന്ധങ്ങളും കണ്ടാണ് നമ്മൾ മടങ്ങുന്നത്. അപ്പോൾ
അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അതിലെല്ലാത്തിനും എല്ലാവർക്കും നന്ദി പറയുന്നു. താങ്ക് യു. ഒരു ഭാര്യ ഭർത്താക്കന്മാരാണ്. ഏക ഭാര്യ ഭർത്താക്കന്മാരാണ് ഏക ഭാര്യ ഭർത്താക്കന്മാർ ഈ ഗ്രൂപ്പില്. എന്റെ പേര് അർജുൻ, ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്നു. അമ്പലപ്പുഴ എന്റെ സ്വദേശം. എന്താ പറയുക? ബാംഗ്ലൂർ IT കമ്പനിയാണ്, സോണി. ബാംഗ്ലൂർ പിന്നെ അമ്പലപ്പുഴ എന്റെ സ്വദേശം. ഇത് എന്റെ വൈഫ് അരുണിമ. അരുണിമ. ബാക്കി പറഞ്ഞു. അരുണിമ. ഞാൻ KPMG-യിലാണ് വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ബാംഗ്ലൂർ KPMG-യില് വർക്ക് ചെയ്യാണ്. അപ്പം ഞാനാണ് ഈ ട്രിപ്പിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്തത്. കാരണം എന്റെ ആഗ്രഹമാണ് പോകണം എന്നുള്ളത്. ഇതിനു മുന്നേ ഞാൻ കുറച്ചു നാൾ മുന്നേ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ നടന്നില്ല. പക്ഷെ പൊതുവെ കുറച്ച് നാളായിട്ട് എനിക്ക് സൗകര്യമില്ലായിരുന്നു. അപ്പൊ ഇപ്പൊ കിട്ടി. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് വന്ന ട്രിപ്പാണ്. ലാസ്റ്റ് മിനിറ്റ് വന്നതാണ്. ബാംഗ്ലൂരായിരുന്നു, പിന്നെ തിരിച്ചു വന്നു ഇങ്ങോട്ടേക്ക് ഈ ട്രിപ്പിന് വേണ്ടി മാത്രം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ ഷെഡ്യൂളൊക്കെ മാറ്റി വന്ന ട്രിപ്പാണ്. അപ്പം എന്താ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ട്രെക്കിംഗ് ചെയ്യുമെങ്കിലും നമ്മൾ 1 ഡേ ട്രിപ്പൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. പക്ഷെ ഇത്രയും ഡേ സ്റ്റേ ചെയ്ത് പുതിയ ഒരു ഗ്രൂപ്പിന്റെ കൂടെ ട്രെക്കിംഗ് അങ്ങനെ പോയത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇത് നല്ല എക്സ്പീരിയൻസ് ആണ്. കാരണം ഞങ്ങൾ അധികം പോകുമ്പോൾ അങ്ങനെ ഗ്രൂപ്പായിട്ട് പോവാറില്ല. ഞങ്ങൾ രണ്ടും അങ്ങനെ അല്ലെങ്കിൽ ഫാമിലി അങ്ങനെയൊക്കെ ആയിട്ടേ പോവാറുള്ളൂ. അപ്പം ഇതാണ് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. പക്ഷെ നല്ലൊരു അനുഭവമായിരുന്നു. ബാംഗ്ലൂരിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. വൺ ഡേ ട്രിപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ പക്ഷെ കുഞ്ഞുണ്ടാവും അന്നേരം, അവനെയും കൊണ്ടുപോകും. അവനൊരു എക്സ്പീരിയൻസിന് വേണ്ടി അവനെയും കയറ്റാറുണ്ട്. പക്ഷെ ഇവട്ടം അങ്ങനെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അതൊക്കെ എനിക്കൊരു എക്സ്പീരിയൻസ്. കുഞ്ഞിനെ കൊണ്ടുവന്ന് എനിക്കൊരു എക്സ്പീരിയൻസ്. അവന്റെ തോളത്തായിരിക്കും. കുഞ്ഞിന് 4 വയസ്സ്. അപ്പൊ അതിന് വരെ ഭാര്യ ഇപ്രാവശ്യം ബാഗിനകത്ത് നിറച്ച് സാധനങ്ങളൊക്കെ നിറച്ച് എന്റെ തോളത്ത് വെക്കാൻ തന്നു. പിന്നെ ഇത്രയും മീൻസ് ഇപ്പൊ ഇന്ന് ഈ ഇത് വന്നതിൽ 10 ഡിഫറെന്റ് പേഴ്സണാലിറ്റീസിനെ പരിചയപ്പെടാൻ പറ്റി. അത് ഏജ് വൈസ് നോക്കിയാൽ അങ്ങേറ്റം 70 വയസ്സ് മുതൽ ഇങ്ങേറ്റം 31 വയസ്സ് വരെയും. പിന്നെ 31. അപ്പൊ അത് ഒരു ഏജ് വൈസ് നോക്കുമ്പോൾ അതും. പിന്നെ ട്രക്കിങ്ങിന്റെ എക്സ്പീരിയൻസിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ജസ്റ്റ് ജോയും, ഏറ്റവും കുറവ് എക്സ്പീരിയൻസ് ഉള്ള എന്റെ ഭാര്യയും. പിന്നെ അപ്പം അതൊരു വ്യത്യസ്ത അനുഭവമായിരുന്നു. നല്ലതായിരുന്നു. സൂപ്പറായിരുന്നു. ഇനി നമ്മുടെ കണ്ണിലുണ്ണിയും നമ്മുടെ നേതാവുമായ നമുക്ക് മനുവേട്ടനാണ് ഏക നമ്മുടെ എന്റെ പേര് മനു എന്നാണ്. KJ മണി. പത്തനംതിട്ട അഡ്വക്കേറ്റ് ആണ്. ഞാനൊരു ഓൾറൗണ്ടറാണ്. മാത്രമല്ല സൈക്ലിംഗ് ഉണ്ട്, ഓട്ടമുണ്ട്, ജിമ്മുണ്ട്, നടത്തമുണ്ട്, നീന്തലുണ്ട്. എവിടെ ചെന്നാലും എന്റെ ഒരു മുദ്രയാണ്. അപ്പോൾ ഞാൻ 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ ഈ ആസ്തിയാർകൂടം വരുന്നത്. പക്ഷെ വരുന്നതെല്ലാം ഞങ്ങൾ 1-2 സുഹൃത്തുക്കളായിട്ട്. പക്ഷെ ഇത്രയും ഒരു കമ്പനി ആദ്യമാണ്. ഇതൊരു സന്തോഷമുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരുമായിട്ട് സൗഹൃദമായിട്ട്, പ്രത്യേകിച്ച് ഇവരെ ദമ്പതികൾ 2 പേരും കൂടെ വന്ന് അവരുടെ ആ ഒരു ഇടപെടൽ അവരിങ്ങോട്ട് വന്ന് പരിചയപ്പെടുക. വളരെ സന്തോഷം. വളരെ സന്തോഷകരമായിട്ടുള്ള. ഇവനാണ് ഇതിന്റെ അകത്തെ കുറുമ്പൻ. എന്റെ മോന്റെ പ്രായമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിനകത്തൊക്കെ മോനും മോളുമായിട്ടൊന്നും ഇല്ല. എല്ലാവരും സുഹൃത്തുക്കളെ പോലെയാണ്. ആർക്കും പ്രത്യേകിച്ച് ഈഗോ ഇല്ല, അഹങ്കാരമില്ല. ആരും എങ്ങനെ ആയിക്കോട്ടെ. എന്റെ വീട് പത്തനംതിട്ടയാണ്. KJ മണി എന്നാണ് പേര്. എന്റെ പിന്നെ യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഒക്കെ ഉണ്ട്. അതിലൊക്കെ ഇത് വരുമ്പോൾ നിങ്ങൾ കാണുക. വളരെ സന്തോഷം. ഇനി എനിക്കൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാല്, ആക്ച്വലി ഇവിടെ മനുസാറ് കോണ്ടാക്ട് ചെയ്ത സമയത്ത് പെട്ടെന്ന് വരണം പറഞ്ഞു. അപ്പൊ ഞാൻ ആക്ച്വലി ചിന്തിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ കുറച്ച് മുന്നേ ഇപ്പൊ ഈ നമ്മൾ ഏത് ജോലി ആയിക്കോട്ടെ, എന്ത് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടത്തേതായിട്ടുള്ള ഒരു ശൈലിയിൽ ഇരിക്കുക. ഇവിടെ കുറച്ച് കൊമ്പന്മാരായിട്ട് നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുസാർ ആക്ച്വലി വക്കീലാണ്, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് മുന്നേ ഒരു 1 ഇയർ മുന്നേ ഉണ്ടായിരുന്നു. ഞാൻ അതിന് ശേഷം ഈ വർഷം വന്ന സമയത്തും കുറച്ച് വക്കീൽ ടീമുകാരായിരുന്നു. അവർ തൊട്ടേനും പിടിച്ചവരൊക്കെ ഭയങ്കര വിഷയമാണ്. അവിടെ പേര് കിട്ടിയില്ലെങ്കിൽ കച്ച എന്നും അടിയാ. അവിടെ അവരായിട്ട് കശപിശ തന്നെ. അതേപോലെ കിടക്കുന്നതിന് ഇപ്പൊ ഞാൻ മനുസാർ അപ്പോ സാവകാശം പറഞ്ഞു, അവരായിരിക്കില്ല, അവർക്ക് ഇനി ക്ലാസ് കൊടുക്കൂലെന്ന് പറഞ്ഞു. അപ്പൊ അതായത് അവര്
ഇവിടെ പ്രശ്നം ഉണ്ടാക്കി പോയതാ. പിന്നെ അവർക്ക് ഇനി പാസ് കൊടുക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞു. അവരുടെ പേര് എന്ത് ഞാൻ ഓൾറെഡി പേര് ഇതിൽ ആഡ് ചെയ്ത് വെച്ചേക്കാം. ഒരിക്കലും പാസ് ആണെങ്കിൽ കൊടുക്കില്ല, പാസ് അവർക്ക് ഇഷ്യൂ ചെയ്യൂല. അപ്പൊ ഞാൻ ആദ്യം മനസ്സാർ ടീമാണ്, കാരണം മനസ്സായിട്ട് ഇതിനകത്ത് തന്നെ കൊടുത്തേക്കുന്നുണ്ട്. അപ്പൊ അപ്പൊ ഇല്ല, പിന്നെ എനിക്ക് മനസ്സിലായി മനസ്സാർ തങ്കപ്പെട്ട മനുഷ്യൻ എന്ത് കഴിക്കുമ്പോഴാണല്ലോ മനസ്സിലായി. അപ്പൊ പ്രശ്നമില്ല, പിന്നെ മനസ്സിലായി. പിന്നെ ചേട്ടനാണെങ്കിലും അത്രയും ഫ്രണ്ട്ലി ആയിരുന്നു. പിന്നെ ആളെ കാണുമ്പോഴാണല്ലോ നമ്മള് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാൻ നേരത്തെ മനസ്സാരോട് സംസാരിച്ച സമയത്ത് മനസ്സാർ പറഞ്ഞു നമുക്ക് ഇവിടുത്തെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, അപ്പൊ നമുക്ക് കംപ്ലൈന്റ് കൊടുക്കേണ്ട, കേസ് ആയിട്ട് മൂവ് ചെയ്യേണ്ടതൊക്കെ വെച്ചോ സാർ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം ഇതൊക്കെ ഇങ്ങനെയാണ്. കാരണം ഒരു കാടിനകത്ത് ചുറ്റപ്പെട്ട് കിടക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന റെയറായിട്ട് നമ്മളെല്ലാം എന്നും പട്ടുപത്തയിൽ കിടക്കുന്ന നമ്മൾ ഇവിടെ വരുമ്പോൾ ഈ ബെഡിലും ഇവിടുത്തെ ഈ ചെറിയ ഫുഡും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളത് തന്നെയാണ് മെയിൻ. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നിങ്ങൾക്ക് ലൈഫിൽ ഇപ്പൊ ഇന്നത്തെ രാത്രി ആണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഓടി ഇരുന്നതാണെങ്കിലും ഓർത്തിരിക്കുന്ന കുറച്ച് മൊമെന്റ്സ് ആയിരിക്കും. പിന്നെ അതേപോലെ ക്ലൈമറ്റ് വൈസ് നമുക്ക് നല്ല നല്ല വ്യൂ ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ തിരിച്ചു പോകുന്ന സമയത്താണെങ്കിലും നിങ്ങൾക്ക് എത്രത്തോളം പവർ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കിയില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റും നമ്മുടെ വിൽ പവർ തന്നെയാണ് നമ്മളെ ഇങ്ങോട്ട് എത്തിക്കുന്നത്. അത് മാത്രമല്ല നിങ്ങളുടെ ഒരു കാര്യം കൂടെ, ഇത് ക്യാൻസൽ ആയിട്ടുള്ള സ്ലോട്ട്സ് ആയിരുന്നു നിങ്ങളെ ആഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. അതിന്റെ സമയത്ത് എനിക്ക് അധികം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പോലും വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം തലേ ദിവസം ഇവിടെ തന്നെയാണ് വെരിഫൈ ചെയ്തിട്ടുണ്ടാവും, നമ്മുടെ സ്റ്റാഫ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പൊ ആ സമയത്താണ് നിങ്ങളുടെ ഹെൽത്ത് എന്താണ്, നമ്മൾ ഒരിക്കലും പെട്ടെന്ന് ഇതിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് 1 month എന്താണ് നമ്മൾ എക്സസൈസ് ചെയ്യിപ്പിച്ചിട്ടേ എടുക്കുള്ളൂ. അല്ലാത്ത ആളുകൾ എടുത്തു കഴിഞ്ഞാൽ അറിയാലോ നല്ല പണിയാണ്. കാരണം ഡോക്ടേഴ്സിന്റെ മക്കൾ വരെ വരാറുണ്ട്. അപ്പോൾ അവര് അച്ഛനും അമ്മയും ഡോക്ടറായിട്ട് ഇവർക്ക് അത്രയും ഹെൽത്ത് ഓക്കെ ആയിരിക്കണം ഇല്ല. കാരണം ഇവര് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് വരും. എന്നിട്ട് ഇവിടെ ഇതേപോലെ ഇരിക്കുന്ന സമയത്താണ് ചേട്ടാ ഞാൻ എന്റെ സർട്ടിഫിക്കറ്റ് ഫേക്ക് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റാതെന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വരുന്ന ആളുകളുണ്ട്, ലേഡീസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് ആദ്യം ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു അതായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ ഫസ്റ്റ് ട്രക്ക് ആണെങ്കിൽ പോലും ഇപ്പൊ അരടിമ ആണെങ്കിലും ഇപ്പൊ പുള്ളിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏജിലായിട്ടുള്ള ചേട്ടനാണെങ്കിലും മറക്കുമായിരുന്നു. കാരണം ഞാൻ എക്സ്പീരിയൻസ് എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിൽ കൂടുതലായിരുന്നു ഇവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ്. പിന്നെ അതേപോലെ നിതിൻ ബ്രോക്ക് കാലിന് ഇച്ചിരി പണിയായതുകൊണ്ട് ഇച്ചിരി ടാസ്ക് ആയിരുന്നു. ഇത് മാത്രമായിരുന്നു പിന്നെ ബാക്കിലുണ്ടായിരുന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു ആരാണോ ബാക്കിലുള്ളത് അവരുടെ കൂടെ ഞാൻ ഉണ്ടായി. കാരണം നമുക്ക് കോർഡിനേറ്റ് ചെയ്യുന്നതിന്റെ മെയിൻ ആരാണോ ബാക്ക് പോകുന്നവരൊക്കെ പിന്നെ പണ്ട് പോകും, ബാക്കിൽ ആരാണുള്ള അവരുടെ കൂടെ. അപ്പൊ നിതിമോടെ കൂടെ ആണെങ്കിലും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ പുള്ളിക്ക് വരാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. അപ്പൊ ടാസ്ക് കൊണ്ട് തന്നെ പിന്നെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ സാവധാനം അങ്ങനെ തിരിച്ചു പോകുന്നു. പിന്നെ വേറൊക്കെ പണി കിട്ടുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ടാ വരുന്നത്. അതാണ് ഞങ്ങൾ 6 മണിക്ക് ഇന്ന് എത്തിയത്, ഇന്നലെ 6 മണിയില്ലേ അങ്ങനെ. അപ്പൊ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയുന്നത്. നിങ്ങൾ നല്ല നല്ല യാത്രകൾ ചെയ്യുക, ഒരുപാട് മനുഷ്യരായിട്ട് കണക്ട് ആവുക. പിന്നെ യാത്ര എന്ന് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചെത്തുന്ന സമയത്ത് ഒരു പുതിയ മനുഷ്യനായിട്ടാണ് തിരിച്ചെത്തുന്നത്. അപ്പോ ഈ റൂമിയുടെ ഒരു കോട്ട് പോലെ നിങ്ങൾ യാത്ര ചെയ്യുന്ന മനുഷ്യർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം പോലെയാണ്. അവരിങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേയിരിക്കും. ഒഴുക്കി വെള്ളത്തിൽ അഴുക്കില്ല എന്ന് കേട്ടില്ല, അതേപോലെ നമ്മളിങ്ങനെ പ്യുവറായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ യാത്ര ചെയ്യാതെ കെട്ടിക്കിടക്കുന്ന ഒരു മനുഷ്യരാണെങ്കിൽ അപ്പുറത്തുള്ള മനുഷ്യരെ നോക്കി അവരെന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് അവരെ സ്വന്തം മനസ്സ് ദുഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് പറ്റുന്ന പോലെ നല്ല നല്ല യാത്രകൾ ചെയ്യുക, മെമ്മറി ക്രിയേറ്റ് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ ഓർത്തിരിക്കുന്ന ടൈപ്പ് കുറച്ച് മൊമെന്റ്സ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം പോലെ നിങ്ങൾ പ്യുവറായിട്ട് മാറാം. ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. നിങ്ങൾക്ക് ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ടൈപ്പ് യാത്രകൾ ചെയ്യും. നിങ്ങൾ ഓരോ ഉയരങ്ങൾ കീഴടക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് അത് മനസ്സിലാവും. കാരണം ഇപ്പൊ നമ്മളിപ്പോ കാറ്റടിക്കുന്ന സമയത്ത് കൈ രണ്ടും ഉയർത്തിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാരണം ഒരു അച്ചീവ്മെന്റ് ആണ്. കാരണം മൗണ്ടൈന്റെ ടോപ്പ് പോയിട്ട് നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മളിപ്പോ ഒരാളുടെ കഥ പറയുമ്പോൾ പക്ഷേവിടെ അങ്ങനെയാണ് അവർക്കത് കിട്ടൂല. എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാൾക്ക് അത് കറക്റ്റ് കിട്ടുള്ളൂ. നിങ്ങളിപ്പോ വീട്ടിൽ കുറച്ചുകൂടി കിടക്കാതെ പുറത്തിറങ്ങി കാഴ്ചകൾ കാണാൻ ഇറങ്ങി നിങ്ങളത് കവർ ചെയ്തു. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആണെങ്കിലും നിങ്ങളുടെ ആ വിൽ പവർ നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി. ഇനിയിപ്പോ തിരിച്ചു പോകുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതേപോലെ സേഫ് ആയിട്ട് തിരിച്ചെത്താൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. പിന്നെ ഈ പോളക്കാട് എന്ന് പറയുന്ന അറിയാലോ, ഇതൊരു വില്ലേജ് ആണ്, ചെറിയ ഓൾഡ് വില്ലേജ് ആണ്. ഇതിനകത്തുള്ള എസ്റ്റേറ്റ് അതിനെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് ലയങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമുക്ക് നാളെ ടൈമുണ്ട്. വേദബംഗ്ലാവ് ഉണ്ട്, അതേപോലെ ഇതിനകത്തൊരു വാട്ടർഫോൾ വരുന്നുണ്ട്, ഇത്തരം വാട്ടർഫോൾ. പിന്നെ അതേപോലെ ഈ എസ്റ്റേറ്റ് നിർമ്മിച്ചാൽ ചെറിയ ചെറിയ വീടുകളാണ് നിങ്ങൾ ചുറ്റിലും കാണുന്ന ലയം എന്ന് പറയും, ലൈൻസ് എന്നാ പറയാറ്. അതായത് ഇവരുടെ വീടുകൾ തന്നെയാണ്. ഇവരുടെ ഈ വിഭജനത്തിന്റെ സമയത്തൊക്കെ കുറെ പേര് അങ്ങോട്ടും കുറെ പേര് ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. കുറച്ചുപേര് തമി പോലത്തെ ഒരു ഗ്രാമമാണ് ഇത് ശരിക്കും. പക്ഷെ സംസാരിക്കുന്നത് മലയാളം തന്നെയാണ്. അപ്പോ അങ്ങനെ അപ്പൊ ഇവിടുന്ന് പോകുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റും. ഇങ്ങോട്ടേക്ക് ഇനി എൻട്രി റിസ്ട്രിക്റ്റഡ് ആയിരിക്കും. കാരണം
ഇനിയിപ്പോ എന്തൊക്കെയോ പ്ലാനുകൾ വരുന്നുണ്ട്. അപ്പോൾ നേരത്തെ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട്. ഇപ്പൊ ഈവൻ പാണ്ടിപ്പോത്തിന്റെ കേസാണെങ്കിൽ പാണ്ടിപ്പോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ട്രക്കിംഗ് ആണ്. പിന്നെ ആദ്യം ഓപ്പൺ ആയിരുന്നു, പിന്നെ മാവോയിസ്റ്റ് ഭീഷണിയൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്താണ്. അപ്പൊ അതൊക്കെ ഓപ്പൺ ആകാനുള്ള പ്ലാനുകളൊക്കെ ഉണ്ട്. അതായത് കാട്ടുപോത്തുകൾ മേഞ്ഞെടുക്കുന്ന ഒരു തായ്വരയാണ്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് ക്ലിയർ വിഷയമാണെങ്കിൽ നമുക്ക് പൊങ്കാലപ്പാറ നേരെ ഓപ്പോസിറ്റ് ആണ് കാണാൻ പറ്റും. നമ്മൾ പൊങ്കാലപ്പാറ എത്തുന്നതിന് തൊട്ട് മുന്നേ ഒരു ഡൈവേഷൻ വന്നു നാടുകാണി. അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യാമ്പ് സൈറ്റ് ഏറ്റവും ടോപ്പിൽ നിന്ന് കാണാൻ പറ്റും, അതേപോലെ തമിഴ്നാട് സൈഡും കാണാൻ പറ്റും. പക്ഷെ വിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് തെളിഞ്ഞെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ തെളിഞ്ഞില്ലെങ്കിലും നമുക്ക് അത് വെച്ച് നല്ല ക്ലൈമറ്റ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ പോകുന്ന സമയത്ത് ഫോൾസിനൊക്കെ കുളിക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും മെഡിസിൻ പ്ലാന്റ്സിൽ ഇടയിലൂടെ വരുന്ന വെള്ളമാണ്. അപ്പൊ നിങ്ങൾക്ക് അത്രയും എനർജി കിട്ടും. ഇവൻ നമുക്ക് ബോഡി പെയിൻ ഉണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് റിലീസ് ആവും, നമുക്കത് മനസ്സിലാവും. ഇവിടുന്ന് ഷവറിന്ന് കുളിക്കുന്ന സമയത്ത് സെയിം തന്നെയാണ്. പക്ഷെ വാട്ടർഫോളിൽ നിന്നിട്ട് ഒരു അഡ്രീനാലിൻ റഷ് കിട്ടും, കാരണം വാട്ടർഫോളിന് ഉള്ളിൽ പോയിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ അത് നാളെ എക്സ്പീരിയൻസ് ചെയ്യാൻ മിസ്സാക്കരുത്. ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കുക. അതായത് ഉയരങ്ങൾ കീഴടക്കുമ്പോൾ എന്താണ് അതിന്റെ ഒരു രസം, ത്രില്ല്. നിങ്ങൾക്ക് ഉയരം കീഴടക്കിയ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഈവൻ ആ ഒരു എൻഡ് പോയിട്ട് കൈ ഉയർത്തിക്കുമ്പോൾ ആ കാറ്റ് നമ്മുടെ പൊങ്കാൽപ്പാറിന്റെ മേലെന്ന് ആരുണ്ടായിരുന്നല്ലേ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. കാരണം ആ എൻഡ് നിന്നിട്ട് ആ സൈഡിലോട്ട് കാറ്റടിച്ചിട്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ആ സമയത്ത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാവുക. ആ കാറ്റടിച്ചിട്ട് ആ വായിലോട്ട് കയറുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരു അഡ്രീനാലിൻ. അതേപോലെ നിങ്ങൾ ഈ നാളെ വാട്ടർഫാൾസിൽ പോകുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ മിസ്സാക്കണ്ട. പിന്നെ സേഫായിട്ട് തിരിച്ചെത്താൻ ശ്രമിക്കുക. കാരണം പിന്നെ അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള റൂട്ടൊന്നും ഇല്ല നാളെ. പക്ഷെ ഇന്ന് ഇച്ചിരി നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താ, മെന്റലി നിങ്ങൾ ചലഞ്ചിങ് ആയിട്ടുണ്ടായിരിക്കും ഇന്നത്തെ ട്രക്കിൽ എടുക്കുന്നത്. കാരണം നമുക്ക് അത്ര അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ തിരിച്ച് അസെൻഡിങ്ങിനെക്കാട്ടിലും ഡിസെൻഡിങ് ആണ് ഡിഫിക്കൽട്ട് എന്ന് ഇന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ സേഫായിട്ട് വന്നില്ലെങ്കിൽ തിരിച്ച് താഴെ വീഴും. അപ്പൊ ഇന്നും കുറെ പുള്ളിയും സ്ലിപ്പായി, ഞാനും നന്നായി സ്ലിപ്പായിരുന്നു. കാരണം ഒരിക്കലും ചെരുപ്പിട്ടിട്ട് ശരിക്ക് ട്രക്ക് ചെയ്തു. പക്ഷെ എനിക്ക് ചെരുപ്പാണ് ഞാൻ അധികം. അപ്പൊ നിങ്ങളോടൊക്കെ ഷൂ ഇടാൻ പറയുന്നുണ്ടെങ്കിലും എനിക്ക് ഈ മഴ കൂടുന്ന സമയത്ത് നമ്മൾ ഷൂ തന്നെ ചേഞ്ച് ആണ് ശരിക്കും. പക്ഷെ ഇപ്രാവശ്യം മഴ നേരത്തെ വരുവാണ്, അതുകൊണ്ടാണ് ക്ലോസ് ആവുന്നത്. അല്ലെങ്കിൽ ജൂണ് മിഡ് വരെ നമുക്ക് ഈ ട്രക്കിംഗ് ഉണ്ടാവും. ഓക്കെ, ഇനി ഓപ്പൺ ആവുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെപ്റ്റംബറിലാണ്. പക്ഷെ ഈ സെപ്റ്റംബറിൽ അൺടച്ചഡ് ഫോറസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. അതായത് അധികം ആളുകൾ കയറിയിട്ടില്ലാത്ത ഒരു ഫോറസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇനി നെക്സ്റ്റ് ടൈം എന്തെങ്കിലും അഗസ്റ്റയോടെ വരുന്ന സമയത്ത് സെപ്റ്റംബർ മുതൽ നവംബർ വരെ നിങ്ങൾ വരാൻ നോക്കുക. കാരണം എന്താ വെച്ചാൽ ആ വാലിയിൽ മുഴുവനായിട്ട് പൂക്കൾ പൂത്തണം. ഞാൻ ഇപ്പൊ ഇന്ന് കയറിയിട്ടില്ല, ഞാൻ അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്ക് ആ വാലിയിൽ മഞ്ഞ പൂക്കളായിരിക്കും ആദ്യം ഉണ്ടായിരിക്കും. പിന്നെ വരുന്ന സമയത്ത് അത് വയലറ്റ് പൂക്കളായിരിക്കും. പിന്നെ ആ സൈഡിൽ കാട്ടുകുറിഞ്ഞ് പൂക്കുന്ന, നമ്മൾ ഇരുന്ന സ്ഥലമല്ലേ ആ കാട്ടുകുറിഞ്ഞ് പൂക്കുന്ന സ്ഥലം, ഇതിനടി മൊത്തം പൂക്കളാണ് വരിക. അപ്പോൾ നമുക്കില്ല, ഞാൻ മാറി മാറി വരും. ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പ് പൂക്കളാണ്. ഇപ്പൊ ഇവര് ഇവിടെ സർവേക്ക് വന്നിട്ടുണ്ട്, റിസർച്ചിന്റെ ഏരിയ. അപ്പൊ ഇവരും ആ സമയത്തൊക്കെ വരുന്നു കഴിഞ്ഞാൽ ഇവർക്കും നല്ലതായിട്ട് ഇവർക്ക് അറിയാം. അപ്പോ നിങ്ങൾ ഈ സമയം ഇനി പ്ലാൻ ചെയ്യുന്ന സമയത്ത് സെപ്റ്റംബറിൽ പ്ലാൻ ചെയ്യുന്നത് നിങ്ങൾക്കൊരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അപ്പോ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. സെപ്റ്റംബർ മുതൽ 1 മുതലുള്ള നവംബർ വരെയുള്ള ടൈം ബെസ്റ്റ് ടൈമാണ്. പിന്നെ ഓരോ ടൈപ്പ് ട്രക്കിങ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു വെസ്റ്റേൺ ഘാട്ടിന്റെ പാട്ടായിട്ടുള്ള ഒരു ട്രക്കിംഗ് ആണ്. ഇനിയിപ്പോൾ നിങ്ങൾ മഞ്ഞ് മൂടി കിടക്കുന്ന മലനിരകളാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്യാം. അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് സൺറൈസിൽ പെട്ട ഒന്നാണ് കേദർകാന്ത എന്ന് പറയുന്നത്. കേദർനാഥ് അല്ല, കേദർകാന്ത. അത് ഹിമാലയാസിന്റെ പാർട്ടാണ്. നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് സൺറൈസ് കാണാൻ പറ്റുന്ന പോയിന്റ് അതാണ്. കാരണം 5 മണിയാകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിക്കുകയും ചെയ്യും. 7 മണിക്കാണ് സൺറൈസ് വരിക. പക്ഷെ അത്രയും ലെങ്തിയാണ്. പക്ഷെ എന്നിരുന്നാലും അത് ലൈഫിൽ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോകാൻ ശ്രമിക്കുക. അതിന്റെ മുന്നേക്ക് പ്രാക്ടീസും കാര്യങ്ങളില്ലാതെ ഒരിക്കലും പോകരുത്. ഏതൊരു ട്രക്കിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഐസും കൂടി കിടക്കുന്ന വളരെ ആൾട്ടിറ്റ്യൂഡ് അത്രയും ഇല്ല ട്രക്കിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും എക്സസൈസും വർക്കൗട്ടും ഇല്ലാതെ ഒരിക്കലും പോകരുത്. എനിക്ക് ഇന്ന് തന്നെ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളുടെ എത്രത്തോളം എക്സസൈസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കേ അറിയുള്ളൂ, എനിക്കറിയത്തില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ എടുക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് പേരോടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു വർക്കൗട്ടും കാര്യങ്ങളും എന്താ എനിക്കറിയത്തില്ല. കാരണം ഈ വരുന്ന സമയത്ത് എന്തെങ്കിലും ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹെൽത്ത് ഒക്കെ അല്ലാതെ കയറി കഴിഞ്ഞാൽ ഇച്ചിരി വിഷയമാണ്. അതുകൊണ്ടാണ് ഈ വർഷം നിങ്ങൾക്ക് ECGയും അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എടുപ്പിക്കുന്നത്. അപ്പൊ അടുത്ത ഏത് ടൈം ആണെങ്കിലും നിങ്ങൾ ഇവിടുന്ന് പോകുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എനർജി ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ആദ്യത്തെ ഒരു 3-4 ദിവസം ആ സമയത്ത് നിങ്ങൾ കണ്ടിന്യൂ വെച്ച് ശ്രമിക്കുക. എന്തെങ്കിലും തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ റണ്ണിങ്ങോ ചെറിയ വർക്കൗട്ടോ കാര്യങ്ങളോ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ യോഗ ആയിക്കോട്ടെ മെഡിറ്റേഷൻ ആയിക്കോട്ടെ നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആണ്. കാരണം നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക, മിസ്സാക്കരുത്. ഇതാണ് മെയിനായിട്ട് പറയാനുള്ളത്. ഒരു ഓഫീസിൽ നിന്നൊക്കെ വന്നിട്ട് അത്രയും ഓഫീസ് സ്പേസിൽ നിന്ന് വന്നിട്ട് ഒന്ന് മെന്റലി ഫ്രീ ആനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാകും. പക്ഷെ അതൊരു ഒരു ഒരു ചെറിയൊരു തുടക്കമാക്കി മാറ്റുക. എന്തെങ്കിലും ചെറിയ സംഭവങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഉറക്കം വരുന്നുണ്ടോ? എനിക്കൊരു മറുപടി പറയാനുണ്ട്. ഓക്കെ.
അദ്ദേഹം പറഞ്ഞു വക്കീലെന്ന് പറയാം. ഞാനിപ്പോ ഇരിക്കുന്ന വേഷം കണ്ടോ, ഞാൻ എന്റെ വീട്ടിൽ ഇരിക്കുന്ന വേഷത്തിലായി. ഞാൻ എന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ പുറകിന്ന് വക്കീലേന്ന് വിളിച്ചാൽ ഞാൻ തിക്കും വെക്കും എന്നെ ആണോ വിളിച്ചെന്നറിയാം. നമ്മൾ ഒരു പ്രൊഫഷൻ ചെയ്യുമ്പോൾ അവിടെ മാത്രമേ ഉള്ളൂ പ്രൊഫഷൻ ചെയ്യുന്നത്. അല്ല വെളിയിലെല്ലാം ഇറങ്ങി വക്കീല. നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. അല്ലാത്ത സമയത്ത് സാധാരണ പോലെ ജീവിക്കുക, സാധാരണ എല്ലാവരും കൊണ്ട് ഇടപെടുക, പോവുക. ഒരു ഈഗോയോ അഹങ്കാരവും ഒന്നും പാടില്ല. സിംപ്ലിസിറ്റി തന്നെ പോവുക. അതാണ് എന്റെ പോളിസി. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. എവിടെയും ഞാൻ കിടക്കും. ഇപ്പൊ ഇവിടെ കിടന്നുറങ്ങണമെങ്കിൽ ഞാൻ ഇവിടെ കിടന്നുറങ്ങും. അതാണ് എന്റെ